Welcome back to our classroom. Today's topic, issue of debenture, your next module. What is debenture? അതിൻ്റെ തിയറി പാർട്ടൊക്കെ നിങ്ങൾ പഠിക്കുക. ഞാനിവിടെ പ്രോബ്ലം പാർട്ടിന് വേണ്ട തിയറി മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. വാട്ട് ഇസ് ഡിബഞ്ചർ? ഡിബഞ്ചറിന് മലയാളത്തിൽ കടപ്പത്രം എന്നൊക്കെ പറയും. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി നീഡ്സ് മണി, പൈസക്ക് ആവശ്യമുണ്ട്, കമ്പനിക്ക് പല വിധത്തിൽ പൈസ സ്വരൂപിക്കാം. വൺ ഇസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഷെയർ ഇഷ്യൂ ചെയ്താൽ അത് വാങ്ങിക്കുന്ന ആളെ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് പറയും. ആ ഷെയർ ഹോൾഡർ കമ്പനീൻ്റെ ഓണർ ആയിരിക്കും. ഇനി ചില കമ്പനീസ് വിൽ ഇഷ്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും, ഷെയർ പോലെ തന്നെ, പക്ഷെ കടപ്പത്രം എന്നാ പറയാം. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ആളെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർ എന്ന് വിളിക്കും. ഈ ഡിബഞ്ചർ ഹോൾഡർ ഇസ് നോട്ട് ദി ഓണർ ഓഫ് ദ കമ്പനി. അയാൾ കമ്പനീൻ്റെ ഓണറായിട്ട് ട്രീറ്റ് ചെയ്യില്ല, ക്രെഡിറ്റർ, അതായത് കടം തന്ന ആളൊക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഡിബഞ്ചറിന് എപ്പോഴും പേരുണ്ടാവും, 10% ഡിബഞ്ചർ, 11% ഡിബഞ്ചർ. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, ഇയർലി ഓർ ഹാഫ് ഇയർലി. സോ ആ കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ് ഇവിടെ ഇതിൻ്റെ ഡിബഞ്ചറിൻ്റെ പേരായിട്ട് നമ്മൾ പറയാം. ഇനി ഒരു കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപ വേണം, കമ്പനി അത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, 10% ഡിബഞ്ചർ. അപ്പോൾ കമ്പനി 10,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ. അപ്പോൾ കമ്പനിക്ക് എത്ര കിട്ടും? 10 ലക്ഷം റുപ്പീസ് കിട്ടി. സോ ഇതിന് എത്ര പെർസെൻറ്റേജാണ് ഇൻട്രസ്റ്റ്? 10%. ഇത് നമുക്ക് ഇയർ എൻഡിൽ ഒരു ഇയർ കഴിയുമ്പം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. സോ ഇയർലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 ലക്ഷത്തിൻ്റെ 10% കാണാം, അതെന്ത് ചെയ്യുക? 1 lakh, റൈറ്റ്? ഈ 1 lakh ആയിരിക്കും ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എൻട്രി ഒക്കെ പാസ് ചെയ്യും. അല്ലെങ്കിൽ ഹാഫ് ഇയർലിയാണ് കാണുന്നെങ്കിൽ ഇൻറ്റു 6, 6 മാസമല്ലേ ഹാഫ് ഇയർലി, ഇൻറ്റു 6/12 ചെയ്യേണ്ട വരും. അതൊക്കെ നമ്മൾ വഴിയെ പറയും, ജനറലി പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ടോപ്പിക് ഈസ് ഇഷ്യൂ ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയാം. ഓക്കെ, ഒറ്റയടിക്ക് എൻട്രി പാസ് ചെയ്യുമ്പോൾ, അതായത് അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ലെങ്കിൽ എൻട്രി വരും. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി നിങ്ങൾക്കൊക്കെ ബൈ ഹാർട്ടാണ്. ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, റൈറ്റ്? സോ ഇവിടെ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഷെയർ അല്ലല്ലോ, ഡിബഞ്ചർ. ക്യാപിറ്റലിന് എഴുതാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ. സോ ക്യാപിറ്റൽ അല്ലല്ലോ, സോ ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ. ഇതാണ് ഒറ്റ എൻട്രി ആയിട്ട് പാസ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. ഇനി ഇതിനെ നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എഴുതേണ്ടതെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ച അതേ എൻട്രീസ് തന്നെ വരും. ഫസ്റ്റ് എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ? ഷെയർ ആപ്ലിക്കേഷന് പകരം എന്ത് ആപ്ലിക്കേഷൻ എന്ന് എഴുതണം? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എന്ന് എഴുതണം. പിന്നെയോ ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ഡിബഞ്ചറിൻ്റെ, ഇവിടെ ഷെയർ ക്യാപിറ്റലിന് പകരം ആരാ? ഡിബഞ്ചർ, റൈറ്റ്? ഷെയർ ക്യാപിറ്റലിന് പകരം ഡിബഞ്ചർ. അപ്പോൾ ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷന് ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഓക്കെ, ദിസ് ഇസ് ദ എൻട്രി ഫോർ ആപ്ലിക്കേഷൻ. അലോട്ട്മെൻറ്റിൻ്റെ എൻട്രി വരും ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഷെയർ അലോട്ട്മെൻറ്റിന് പകരം ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ക്യാപിറ്റലിന് പകരം ഡിബഞ്ചർ. ഇനി പൈസ കിട്ടുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഓക്കെ, സെയിം വിൽ റിപ്പീറ്റ് ഫോർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ ആണ്. സോ ഫസ്റ്റ് കോളിനാണെങ്കിൽ ഡിബഞ്ചർ, ഫസ്റ്റ് കോൾ അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ ഫസ്റ്റ് കോൾ. ഫൈനൽ കോൾ ആണെങ്കിൽ ഡിബഞ്ചർ, ഫൈനൽ കോൾ അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണെങ്കിലുള്ള എൻട്രി പാസ് ചെയ്യണം. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ എന്താണ് ആ എൻട്രീസ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ അത് ഞാൻ അധികം എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇൻസ്റ്റാൾമെൻറ്റ് പോലെ വരുമ്പോൾ എൻട്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് ഒറ്റ എൻട്രി എഴുതുമ്പോൾ ഇങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു ഡിബഞ്ചർ. ഇതിനെ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ. പാർ എന്ന് പറഞ്ഞാൽ 100ൻ്റെ ഡിബഞ്ചർ 100ന് തന്നെ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് പാർ എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ 100 രൂപേൻ്റെ ഡിബഞ്ചർ കമ്പനി ഈസ് ഗോയിങ് ടു ഇഷ്യൂ ഫോർ ₹110. 10 രൂപ കൂടുതൽ പ്രീമിയത്തിന് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. സോ അപ്പോൾ എൻട്രി വരും
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. എമൗണ്ട് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ 110. ഇപ്പം 1000 ഡിബഞ്ചർ ആണെങ്കിൽ 1000 ഇൻറ്റു 110 രൂപ ഇവിടെ വരും. ബാങ്കിൽ പ്രീമിയം 10 രൂപയാണ്. സോ 10 ഇൻറ്റു 1000 ഇവിടെയും വരും, 100 ഇൻറ്റു 1000 ഇവിടെയും വരും. ഇവിടെ 110ൻ്റെ ബൈഫർക്കേഷൻ 100ഉം 10 പ്രീമിയം. ഓക്കെ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് മോഡിൽ പോകുന്നത്. സോ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ എൻട്രി അറ്റ് പ്രീമിയം എൻട്രി. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഷെയറിൽ നമ്മൾ പഠിക്കാത്ത പുതിയൊരു ടോപ്പിക്കാണ് ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താൽ. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ സെയിം ആണ് ഷെയറിൻ്റെ കേസിൽ. ബട്ട് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് എഴുതുന്നിടത്തിന് നമ്മൾ ഷെയറിന് പകരം ഡിബഞ്ചർ എന്നുള്ള പേര് ചേർക്കുന്നതെന്ന് മാത്രം. ബാക്കി എല്ലാം ആസ് യൂഷ്വൽ ആണ്. ബട്ട് ഡിസ്കൗണ്ടിൻ്റെത് നിങ്ങൾക്ക് പുതിയൊരു സംഭവമാണ്. സോ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ കമ്പനി 90 റുപ്പീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രീമിയം ഇങ്ങനെയാണ് നമ്മൾ മീൻസ് ഡിവൈഡ് ചെയ്ത് എഴുതിയത്. 100 രൂപ ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഡിബഞ്ചർ അക്കൗണ്ടിലും കാണിക്കണം, 10 രൂപ പ്രീമിയം അക്കൗണ്ടിലും കാണിക്കണം. ഇങ്ങനെയല്ലേ എഴുതിയത്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഈ 90 എടുത്തിട്ടല്ല ബൈഫർക്കേഷൻ കൊടുക്കേണ്ടത്, ഈ 100 എടുക്കണം. എന്നിട്ട് ഇതിൽ 90 ആൻഡ് ദിസ് 10 എന്ന് എഴുതാം. 10 ഇസ് ഡിസ്കൗണ്ട്, 10 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 ഡിസ്കൗണ്ട് ആണ്. എപ്പോഴും 100 തന്നെ ഏത് അക്കൗണ്ടിൽ വരണം, ഫേസ് വാല്യൂ തന്നെ ഏത് അക്കൗണ്ടിൽ വരണം, ഡിബഞ്ചർ അക്കൗണ്ടിൽ വരണം. ഇയാളും ഈ മനുഷ്യൻ ഈ ഡിബഞ്ചർ ഹോൾഡർ എത്ര പൈസയെ അടക്കുള്ളൂ, 90 റുപ്പീസിനല്ലേ കൊടുക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ടിൽ ഇറ്റ് വിൽ കം 90. ഹിയർ ബാങ്ക് അക്കൗണ്ടിൽ 110 രൂപ വരും, ഡിബഞ്ചറിൽ ഫേസ് വാല്യൂ ആൻഡ് പ്രീമിയം 10. ഓക്കെ, ബട്ട് ഡിസ്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഇതുപോലെ വരണം. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതൊന്നും കാണാം. സോ ഞാൻ എൻട്രി എഴുതാൻ പോവാണ്. എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ, റൈറ്റ്. ഡിസ്കൗണ്ട് എവിടെ വരുന്നു, ഇത് ഡിബഞ്ചർ ഫുൾ എഴുതാം. ഡിസ്കൗണ്ട് എവിടെ വരുന്നു ചോദിച്ചാൽ പ്രീമിയം താഴെയാണെങ്കിൽ ഡിസ്കൗണ്ട് ഇവിടെ മുകളിൽ വരും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഫോർ എക്സാമ്പിൾ ഇവിടെ 1000 ഷെയർ ആണെങ്കിൽ 1000 ഇൻറ്റു 1000 ഏതിൽ വരും, ഡിബഞ്ചറിൽ. അപ്പോൾ ഈ ഡിബഞ്ചറിൽ 1000 ഇൻറ്റു 1000 1 ലാക്ക് വരും. 1000 ഇൻറ്റു 1000 ഇൻറ്റു 100 1 ലക്ഷം വരും. ഡിസ്കൗണ്ടിൽ 10 വരും. 10 ഇൻറ്റു ഇത് എത്ര ഡിബഞ്ചർ ഉണ്ട് എന്നാണ് 1000 പറയുന്നത്. സോ 10 ഇൻറ്റു 1000 10,000 ഡിസ്കൗണ്ടിൽ വരും. ബാങ്കിൽ 90 ഇൻറ്റു 1000 90,000 വരും. അപ്പോൾ മുകളിൽ 90യും 10ഉം 2ൽ 1 ലാക്ക്. സോ ടാലി ആയില്ലേ. സോ ഇതുപോലെ വേണം എഴുതാൻ. ഇത് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഇവിടെ ചില കുട്ടികൾ ഇതൊക്കെ കൺഫ്യൂഷൻ ആവും. ഇവിടെ നമ്മൾ 110 എടുത്തില്ലേ, അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം നല്ല വൃത്തിയിൽ ഓർമ്മിക്കുക, ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വരുന്നു. ഓക്കെ, സോ അത് ഓർമ്മിക്കാം. ഇനി ഒരു പോയിന്റ് ഞാൻ പറയാൻ പോവാണ്. സി ഇവിടെ നമ്മൾ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിന് ഞാൻ വെട്ടുവാണ്. യു ഹാവ് ടു റൈറ്റ് ഹിയർ ഓൾസോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഓക്കെ, സോ ബേസിക് എൻട്രീസ് ഓക്കെ ആണ്. 3 എൻട്രി ഞാനിവിടെ എഴുതി. ഞാനിവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ എഴുതി ചേർക്കും. സോ പ്ലീസ് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ ആണ്. ഓക്കെ, ഇത് എന്തിൻ്റെ എൻട്രിയാ, ഇഷ്യൂ ഓഫ്, നമുക്കറിയാലോ ടീച്ചറെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാനിവിടെ ഒരു സംഭവം എഴുതി ചേർക്കും. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം ആണ്. ആൻഡ് ദിസ് വൺ ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് ടു ഡിബഞ്ചർ, ഇതെന്തിൻ്റെ എൻട്രിയാ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട്. ഇവിടെ ഞാൻ ചേർക്കുവാണ്. ഇഷ്യൂവിലെ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോവാണ്. ക്വസ്റ്റ്യനിൽ ഇഷ്യൂവിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ പാറാണെങ്കിൽ പ്രീമിയം ആണെങ്കിൽ ഡിസ്കൗണ്ട് ആണെങ്കിലുള്ള എൻട്രി ആണ് ഞാൻ പഠിപ്പിച്ചത്. ബട്ട് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ചെയ്യുന്ന കണ്ടീഷൻസും കൂടെ ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് പറയും, എന്തെങ്കിലും പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്യുന്നതിനെന്ന് പറയും, പ്ലസ്
റിഡീം ചെയ്യുന്ന കണ്ടീഷൻസ് പറയുവാണെങ്കിൽ റിഡംഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ എൻട്രി ഇതുപോലെയല്ല വരിക, എൻട്രി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ സെയിം സംഭവം ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും റിഡംഷൻ്റെ കണ്ടീഷനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെവിടെ വരുന്ന എൻട്രിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് റിഡംഷൻ കണ്ടീഷൻ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. പറയാം ആദ്യം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഡിബഞ്ചർ 1000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, 100 രൂപ പാറിന് ഇഷ്യൂ ചെയ്തു, ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് വഗേര മീൻസ് ഇത്ര % അല്ലെ ഇത്ര റുപ്പീസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് പാറിനും റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിനും, റൈറ്റ്? അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പാറിനും അപ്പം റിഡീം ചെയ്യുന്ന പ്രീമിയത്തിനും റിഡംഷൻ്റെ എൻട്രി അല്ല ഇവിടെ പറയുന്നത്. ഇഷ്യൂവിൻ്റെ സമയത്ത് റിഡംഷൻ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസും ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ ഇഷ്യൂവിൻ്റെ എൻട്രി എങ്ങനെ മാറുന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ, റിഡീം ചെയ്യുന്നതും പാറിലാണെങ്കിൽ ദാറ്റ് മീൻസ് 100 രൂപക്ക് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ 100 രൂപക്ക് തന്നെയാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ എൻട്രി ഇതാണ്. റിഡംഷൻ്റെ എൻട്രി അല്ല ഞാൻ പറയുന്നത്. ഇഷ്യൂവിൻ്റെ എൻട്രിയിൽ ഇഷ്യൂവിൻ്റെ ക്വസ്റ്റ്യനിൽ റിഡംഷൻ്റെ കണ്ടീഷൻസും കൂടെ തരുമ്പം ഉള്ള എൻട്രിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്യാം. അടുത്തത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം ആൻഡ് റിഡീം അറ്റ് പാർ ഇതാണെങ്കിൽ ആണ് ഈ എൻട്രി എഴുതേണ്ടത്. ഓക്കെ, ദിസ് വൺ ഓൾസോ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ആണെങ്കിലാണ് ഈ എൻട്രി എഴുതേണ്ടത്. ക്ലിയർ ആണ്? എല്ലാം റിഡീം ചെയ്യുന്നത് പാറിനാണെങ്കിലുള്ള എൻട്രീസ് ആണ് ഈ 3 നിങ്ങൾ പഠിച്ചത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ, റിഡീംഡ് അറ്റ് പാർ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം, റിഡീം അറ്റ് പാർ. ഇഷ്യൂ പ്രീമിയത്തിലും റിഡീം ചെയ്യുന്നത് പാറിലും ആണെങ്കിൽ ഇഷ്യൂവിൻ്റെ എൻട്രി ഇതാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ടിലും റിഡീം ചെയ്യുന്നത് പാറിലാണെങ്കിൽ ഇഷ്യൂ ചെയ്ത 90ക്കും റിഡീം ചെയ്യുന്ന 100ലാണെങ്കിലും ഇഷ്യൂവിൻ്റെ എൻട്രി ഇതാണ്. ഇനി ബാക്കി നമുക്ക് പഠിക്കാം. ഇത് തറവാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ എൻട്രി ഒന്നും എഴുതൂല, ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് മാത്രം എഴുതാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ, റിഡംഷൻ അറ്റ് പാർ. ആ എൻട്രി നമ്മൾ പഠിച്ചു. ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. അടുത്ത നമ്മൾ പഠിച്ചത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ആണെങ്കിലുള്ള എൻട്രി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇഷ്യൂവിൻ്റെ എൻട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇഷ്യൂവിൻ്റെ എൻട്രി, റിഡംഷൻ്റെ എൻട്രി നമ്മൾ പഠിക്കുന്നില്ല. അടുത്തത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാറിലാണെങ്കിൽ ഇഷ്യൂവിൻ്റെ സമയത്ത് പാസ് ചെയ്യേണ്ട എൻട്രിയാണ് ഇത്. ഓക്കെ ആണ്. ഇനി അടുത്ത ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഇത് ഇഷ്യൂവിൻ്റെ എൻട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇഷ്യൂവിൻ്റെ ക്വസ്റ്റ്യനിൽ റിഡംഷൻ്റെ കണ്ടീഷൻസ് തരുവാണെങ്കിൽ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഇഷ്യൂ അറ്റ് പാർ, അതായത് 100 രൂപക്ക് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ. ഷെയർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ദയവേത് നിങ്ങളത് മാറ്റി ഡിബഞ്ചർ എന്നാക്കണം. നമ്മൾ ഷെയർ പഠിച്ചുകൊണ്ടിരുന്നില്ല, അപ്പോൾ എനിക്ക് മേ ബി എൻ്റെ വായിൽ ചിലപ്പോൾ ഷെയർ എന്ന് വന്നേക്കാം, ഡിബഞ്ചറാണ്. സോ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. റിഡീം ചെയ്യുന്നത് എത്ര പൈസക്ക്? 110 രൂപക്കാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന റിഡംഷൻ്റെ എൻട്രി ഇവിടെ എഴുതാം. ഇഷ്യൂവിൻ്റെ എൻട്രി നമുക്കിവിടെ എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് എന്ന് എഴുതുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. ഇതാണ് ഇഷ്യൂഡ് അറ്റ് പാറിൻ്റെ എൻട്രി. ഓക്കെ, ബട്ട് ഇവിടെ റിഡീം ചെയ്യുന്ന കണ്ടീഷനും കൂടെ വന്നാൽ ഈ എൻട്രിയിൽ എന്താണ് മാറ്റം എന്നാണ് പറയുന്നത്. എൻട്രി ശ്രദ്ധിച്ചോളൂ. ബേസ് ആണ്, അപ്പം പ്രീമിയം വന്നു. പ്രീമിയം ഇഷ്യൂവിൻ്റെ കൂടെയാണ് പ്രീമിയം എങ്കിൽ കമ്പനിക്ക്
നല്ലതാണ് അല്ലേ? 100 രൂപേൻ്റെ ഷെയർ 110 രൂപക്ക് വിറ്റാൽ പ്രീമിയം നമുക്ക് ലാഭമാണ് അല്ലേ? പക്ഷേ റിഡംഷനിൽ പ്രീമിയം വരിക എന്ന് പറഞ്ഞാൽ 100 രൂപക്ക് വിറ്റ ഡിബഞ്ചറിന് 110 രൂപക്കാണ് അതായത് 100 രൂപക്ക് കമ്പനി ഒരാൾക്ക് ഈ ഒരു സാധനം കൊടുത്തു, ഡിബഞ്ചർ കൊടുത്തു. അത് റിഡീം ചെയ്യുന്നത് 110 രൂപക്കാന്ന് പറയുമ്പം 10 രൂപ ഈ പ്രീമിയം ഓൺ റിഡംഷൻ കമ്പനിക്ക് നഷ്ടമാണ്, ലാഭമല്ല. ഇഷ്യൂലുള്ള പ്രീമിയം കമ്പനിക്ക് ലാഭമാണെങ്കിൽ റിഡംഷൻ ടൈമിൽ വരുന്ന പ്രീമിയം കമ്പനിക്ക് നഷ്ടമാണ്. ഓക്കെ, സോ നമ്മൾ എൻട്രിക്കകത്ത് എഴുതും, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എൻട്രിക്കകത്ത് എഴുതും നമുക്കിവിടെ 10 രൂപ നഷ്ടമുണ്ട്. അതെങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത വകയിലുള്ള നഷ്ടം എത്ര? 10. ഓക്കെ, എമൗണ്ട് ഒക്കെ എഴുതുന്നതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരും. ഓക്കെ, സോ അത് നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, പോരാ ഇവിടെ നിങ്ങൾ ഒരാളെയും കൂടെ ചേർക്കണം. ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഓക്കെ, എമൗണ്ട് എങ്ങനെയാണ് വരിക എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരും. സോ ബേസ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. ഇനി റിഡംഷൻ ഇസ് എറ്റ് പ്രീമിയം എന്ന് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് എഴുതണം, ഇവിടെ ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എഴുതണം. ഇതാണ് ഇഷ്യൂവിൻ്റെ എൻട്രിയിലുള്ള മാറ്റം ഇഫ് റിഡംഷൻ ഈസ് എറ്റ് പ്രീമിയം. ക്ലിയർ ആണ്? ഇനി അടുത്തത് പറയാണ്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. ഇത് 4ാമത്തെ കേസായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി 5ാമത്തെ കേസ്, issued at discount and redeemable at premium. Okay, issued at discount and redeemable at premium. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലോസാണ്. 100 രൂപേൻ്റെ സാധനം 90 രൂപക്ക് കൊടുത്താൽ കമ്പനിക്ക് ലോസാണ്. പ്രീമിയം റിഡംഷൻ്റെ സമയത്ത് കൂടുതൽ പൈസ കൊടുത്താൽ ഇവിടെയും കമ്പനിക്ക് ലോസാണ്. സോ ഇവിടെ ഇഷ്യൂൻ്റെ സമയത്തും ലോസ് ഉണ്ട്, റിഡംഷൻ്റെ സമയത്തും ലോസ് ഉണ്ട്. സോ എൻട്രി എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെയിം എൻട്രി ആണ് ഇവിടെ എഴുതേണ്ടത്. എമൗണ്ട് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളതായിരിക്കും വ്യത്യാസം. അത് നമ്മൾ അതത് കോണ്ടസ്റ്റിൽ ഞാൻ പറഞ്ഞുതരും. എൻട്രി ഒരു മാറ്റവുമില്ല. ബേസ് എൻട്രി നമ്മൾ ആദ്യം എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നും എഴുതുക. സെയിം ആസ് അബവ് നമ്മൾ മുകളിൽ എഴുതിയ അതേ എൻട്രി നമ്മൾ ഇവിടെയും പാസ് ചെയ്യണം. എമൗണ്ട് എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളത് നമ്മളിത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് കേസാണ് കേസ് നമ്പർ 6. കേസ് നമ്പർ 6 ഇസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പോൾ കമ്പനിക്ക് ലാഭമാണ് അല്ലേ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് നല്ലതല്ലേ? 100 110 വിറ്റാൽ നല്ലതല്ലടോ. ആൻഡ് redeemable at premium. ഓക്കെ, സോ ഇവിടെ നമുക്ക് നല്ലതാണ് അല്ലേ? പ്രോഫിറ്റ് ആണ്. പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പം നമുക്ക് കമ്പനിക്ക് ലോസാണ്. സോ ഈ സമയത്ത് എന്താ എൻട്രി വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ എഴുതുവാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബേസ് എൻട്രി എഴുതുന്നു. പിന്നെയോ നേരത്തെ എഴുതിയതൊക്കെ നമ്മളിവിടെ ചേർക്കുന്നു. എന്തൊക്കെയായിരുന്നു? ലോസ് ഓൺ സെയിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. പിന്നെ നമ്മളിവിടെ എന്താ എഴുതിയ? ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ എഴുതിയ എൻട്രി. സെയിം എൻട്രി എഴുതുന്നു, പക്ഷേ അത് പോരാ. ഇവിടെ ആരും കൂടി വേണം, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളും കൂടെ ഈ ഒരു പുതിയ ആളിനെയും കൂടെ ഈ ഒരു എൻട്രിക്കകത്ത് നിങ്ങൾ എഴുതണം. ഓക്കെ,
ഇത് ഒരിക്കലും നെക്സ്റ്റ് ഇപ്പം ഈ എന്ന് പറയുന്ന കേസ് നിങ്ങൾ ചോദിക്കും റിഡീംഡ് അറ്റ് ഡിസ്കൗണ്ട് ആയിക്കൂടെ, റിഡീംഡ് അറ്റ് ഡിസ്കൗണ്ട് ആരെങ്കിലും നിൽക്കൂടോ? നമ്മളൊരു സാധനം ഒരു ഡിബഞ്ചർ വാങ്ങിച്ച് 100 രൂപക്ക് കമ്പനിക്ക്, അപ്പം നമ്മൾ കമ്പനീനോട് പറയുമോ ആക്കെ കമ്പനി എനിക്ക് ഇനി ഞാൻ തിരിച്ചു തരുമ്പോൾ നിങ്ങൾ കമ്പനി എനിക്ക് 90 തന്നാൽ മതി? ഇത്ര സ്നേഹമുള്ളൊരു ഡിബഞ്ചർ ഓർഡർ ഉണ്ടാവും. സോ ഒരിക്കലും റിഡംഷൻ അറ്റ് ഡിബഞ്ചർ റിഡംഷൻ അറ്റ് ഡിസ്കൗണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് 6 എൻട്രീസ് ആണ്. എന്തൊക്കെ 6 എൻട്രീസ്? ഫസ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ. അടുത്തത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം, റിഡീമബിൾ അറ്റ് പാർ, ബാങ്ക് ടു ഡിബഞ്ചർ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അടുത്തത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പാർ, ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ ആണ്. ഇനി അടുത്ത കേസ് നമ്പർ 4, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. എൻട്രി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എൻട്രി നിങ്ങൾ നോക്കണം. അടുത്തത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം, സെയിം എൻട്രി തന്നെ, പക്ഷേ എമൗണ്ട് എഴുതുന്നത് രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ അവിടെ പറയും. അടുത്തത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം, രണ്ടും പ്രീമിയം. സോ ഒരാളും കൂടെ എൻട്രിക്കകത്ത് വരും, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഓക്കെ. സോ നമുക്ക് ആദ്യം ഒരു ബേസ് പ്രോബ്ലം ചെയ്യാം, അതിനുശേഷം